നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സുസുക്കിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ സുസുക്കി ആക്സസ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, അതിന്റെ ആദ്യത്തെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിലയുടെ കാര്യമൊന്നും ഉറപ്പായിട്ടില്ല. എന്നാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയാണ്. സുസുക്കി പോലൊരു വലിയ ബ്രാൻഡ് വരുമ്പോൾ എന്തായാലും പ്രതീക്ഷ കൂടുമല്ലോ. തീർച്ചയായും. അപ്പോ ഈ ആക്സസിൽ എന്താണ് സുസുക്കിയുടെ ഒരു പ്ലാൻ? നമുക്ക് ബാറ്ററിയിൽ തുടങ്ങാം. 3.1 കിലോവാട്ട് LFP ബാറ്ററി എന്നാണല്ലോ കേട്ടത്. എന്താ അതിന്റെ ഒരു പ്രത്യേകത? അത് നല്ലൊരു പോയിന്റാണ്. LFP, അതായത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ്. അത് തെരഞ്ഞെടുക്കുന്നത് ശരിക്കും ശ്രദ്ധേയമാണ്. അതെന്താ? കാരണം ഒന്ന്, അതിന്റെ ഈടുനിൽപ്പ്. മറ്റേ സാധാരണ ലിഥിയം ബാറ്ററികളെക്കാളും കൂടുതൽ കാലം, അതായത് കൂടുതൽ ചാർജിംഗ് സൈക്കിൾസ് ഇത് താങ്ങും. ഓക്കെ, കൂടുതൽ ലൈഫ്. അതെ. പിന്നെ രണ്ടാമത്തത് സുരക്ഷ. നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയല്ലേ, ചൂടൊക്കെ. അപ്പോ ഈ LFP ബാറ്ററികൾക്ക് ചൂട് കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടെ നല്ല കഴിവുണ്ട്. അപ്പോ സുരക്ഷ കൂടും. മനസ്സിലായി. അപ്പൊ ലൈഫും സേഫ്റ്റിയുമാണ് മെയിൻ. ഈ ബാറ്ററി വെച്ചിട്ട് റേഞ്ച് എത്രയാണ് പറയുന്നത്? സുസുക്കി പറയുന്നത് ഒറ്റ ചാർജിൽ 95 കിലോമീറ്റർ കിട്ടുംന്നാണ്. 95 കിലോമീറ്റർ? അതെ. പിന്നെ 3 റൈഡിംഗ് മോഡുകളുമുണ്ട്. ഇക്കോണമി, റൈഡ് എ, റൈഡ് ബി. അപ്പോൾ അതനുസരിച്ച് റേഞ്ചിൽ മാറ്റം വരാം. ഓക്കെ, 95 കിലോമീറ്റർ റേഞ്ച് ഈ സെഗ്മെന്റിൽ നോക്കുമ്പോ മോശമില്ല അല്ലേ? അതെ, മോശമില്ലാത്തൊരു റേഞ്ചാണ്. ഇനി ഡിസൈനിലേക്ക് വന്നാലോ? കാണാൻ പഴയ ആക്സസ് പോലെ തന്നെയാണോ, അതോ മാറ്റങ്ങളുണ്ടോ? വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ആ ഒരു പരിചിതമായ ആക്സസ് ലുക്ക് ഉണ്ടല്ലോ, അത് നിലനിർത്തിയിട്ടുണ്ട്. 12 ഇഞ്ച് അലോയ് വീലുകൾ, പിന്നെ LED ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും ഒക്കെ ഉണ്ട്. ബ്രേക്കോ? ബ്രേക്ക് മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രമ്മുമാണ്. CBS ഉണ്ട്, കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം. CBS. അപ്പോ ഒരു ബ്രേക്ക് ലിവർ അമർത്തിയാൽ രണ്ടും ഒരുമിച്ച് പിടിക്കും അല്ലേ? അതെ അതെ, അത് സുരക്ഷയ്ക്ക് നല്ലതാണ്. പിന്നെ ബാറ്ററി വെച്ചിരിക്കുന്നത് ഫ്രെയിമിൽ തന്നെയാ, ഒരു അലുമിനിയം കവചത്തിനുള്ളിൽ. ഓക്കെ, അത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും നല്ലതായിരിക്കുമല്ലോ. തീർച്ചയായും, സുരക്ഷയും കൂടും. ശരി, ഇനി സൗകര്യങ്ങളുടെ കാര്യം. എന്തൊക്കെ ഫീച്ചറുകളാണ് സുസുക്കി ഇതിൽ കൊടുത്തിരിക്കുന്നത്? ഒരു 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ ഉണ്ട്. കളർ ഡിസ്പ്ലേ ആണ്. കൊള്ളാം. പിന്നെ കീലെസ് എൻട്രി, റിമോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. USB ചാർജിംഗ് പോർട്ട്, ചെറിയ ഗ്ലോവ് ബോക്സ്, സാധനങ്ങൾ തൂക്കിയിടാൻ കൊളുത്തുകൾ, മുന്നിലും സീറ്റിന്റെ താഴെയും. കൊള്ളാം. ഹസാർഡ് ലൈറ്റ് സ്വിച്ചും ഉണ്ട്. പിന്നെ ഒരു റിവേഴ്സ് മോഡ്. റിവേഴ്സ് മോഡോ? അതെങ്ങനെയാ? ത്രോട്ടിലില്ലേ, അത് മുന്നോട്ട് തിരിച്ചാൽ വണ്ടി പതുക്കെ പുറകോട്ട് പോവും, പാർക്ക് ചെയ്യാനൊക്കെ. ആണോ? അത് കൊള്ളാലോ. അതെ, എളുപ്പമുണ്ടാവും. പിന്നെ ഒരു മൾട്ടി ഫങ്ഷണൽ സ്വിച്ച് ഉണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലോക്ക്, പിന്നെ ചാർജിംഗ് പോർട്ട് തുറക്കാനും എല്ലാം അതിലാണ്. ഓക്കെ. പ്രായോഗികമായി നോക്കുമ്പോൾ സ്റ്റോറേജ് സ്പേസ്, ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? സീറ്റിനടിയിൽ 17 ലിറ്റർ സ്റ്റോറേജ് ഉണ്ട്. ഒരു ആവറേജ് സൈസുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാം. അത് മതിയാവും. പിന്നെ അവിടെ ഒരു ചെറിയ സംഭവമുണ്ട്. സീറ്റ് തുറന്നാൽ അതവിടെ പിടിച്ചു നിർത്താൻ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതെന്താ? നമ്മൾ സാധനം വെക്കുമ്പോഴും എടുക്കുമ്പോഴുമൊക്കെ സീറ്റ് താഴെ വീഴില്ല. 2 കൈയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് കൊള്ളാണ്ടോ. ചെറിയ കാര്യമാണെങ്കിലും ഉപകാരമുള്ളതാണല്ലോ. അതെ അതെ. ഭാരം 122 കിലോ, സീറ്റ് ഹൈറ്റ് 765 mm. ഓടിക്കാൻ എളുപ്പമായിരിക്കുമോ? സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് മിക്കവർക്കും കാല് നിലത്ത് വെക്കാൻ പറ്റൂ. ഭാരം കുറച്ചുകൂടിയാലും ആ മിഡ് ഡ്രൈവ് മോട്ടോർ കാരണം ബാലൻസ് കിട്ടാൻ എളുപ്പമാണ്. ഹാൻഡിലിംഗ് നന്നായിരിക്കും. മിഡ് ഡ്രൈവ് മോട്ടറാണല്ലേ? ശരി. ഇനി ഡ്രൈവ് സിസ്റ്റം, അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെ? ഉണ്ട്. അതിലാണൊരു പ്രധാന കാര്യം. ഇത് ഫുള്ളി കവേർഡ് ബെൽറ്റ് ഡ്രൈവാണ്. കവേർഡ് ബെൽറ്റ് ഡ്രൈവോ? അതെ. അതായത് പൊടിയും ചെളിയും ഒന്നും ആ ബെൽറ്റിൽ കേറില്ല. അപ്പോ ബെൽറ്റിന് നല്ല ലൈഫ് കിട്ടും, മെയിൻ്റനൻസും കുറയും. അത് നല്ല കാര്യമാണല്ലോ. തീർന്നില്ല. സുസുക്കി ആ ബെൽറ്റ് ഡ്രൈവിന് 7 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ വാറന്റി കൊടുക്കുന്നുണ്ട്. എന്ത്? 7 വർഷം വാറന്റിയോ ബെൽറ്റിനോ? അതെ, അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഈടെ നിൽക്കുന്ന ഒരു സാധനമാണ് അവർ തരുന്നത് എന്ന്. അത് ശരിക്കും വലിയൊരു കാര്യമാണ്. കാരണം ഈ ബെൽറ്റ് ഡ്രൈവ് മെയിൻ്റനൻസ് ഒരു വിഷയമാണല്ലോ പലപ്പോഴും. അതെ, ഇതാ പ്രശ്നം പരിഹരിക്കും. കൊള്ളാം. ഇനി ചാർജിങ് എത്ര സമയമെടുക്കും? വീട്ടിലെ കറണ്ടിൽ കൂട്ടിയ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടോ? 2 ഓപ്ഷനുണ്ട്. DC ഫാസ്റ്റ് ചാർജർ വെച്ചാൽ ഏകദേശം 1 മണിക്കൂർ 12 മിനിറ്റ് കൊണ്ട് 80% വരെ ചാർജ് ചെയ്യാം. ഓക്കെ, 1 മണിക്കൂറിൽ 80%? അതെ. പിന്നെ സാധാരണ വീട്ടിൽ കുത്തുന്ന പോർട്ടബിൾ ചാർജർ വെച്ചാൽ ഒരു 4 മണിക്കൂർ 30 മിനിറ്റ് എടുക്കും 80% ആകാൻ.
ഓക്കെ. ഫുൾ ചാർജ് ആവാനോ? ഫുൾ ചാർജ്, അതായത് 100% ആകാൻ ഒരു 6 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ വരും. ശരി. ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ ഉള്ളത് നല്ലതാണ്. നിറങ്ങൾ ഏതൊക്കെയാ ഉള്ളത്? ഇപ്പോ കാണിച്ചിരിക്കുന്നത് വെള്ള, പച്ച, പിന്നെ ഒരു മാറ്റ് ഗ്രേ, ഈ 3 കളറുകളാണ്. ഓക്കെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സുസുക്കിയുടെ ഈ ആക്സസ് നല്ലൊരു ശ്രമമാണ്. LFP ബാറ്ററി, 95 കിലോമീറ്റർ റേഞ്ച്, പിന്നെ TFT ഡിസ്പ്ലേ, റിവേഴ്സ് മോഡ്, കീലെസ് എൻട്രി പോലുള്ള ഫീച്ചറുകൾ. അതെ, പിന്നെ കവേർഡ് ബെൽറ്റ് ഡ്രൈവും 7 വർഷത്തെ വാറന്റിയും സീറ്റ് ഹോൾഡർ പോലുള്ള ചെറിയ പക്ഷേ ഉപകാരമുള്ള കാര്യങ്ങളും. ശരിയാണ്. സുസുക്കിയുടെ വിശ്വാസ്യതയും ഈ പുതിയ സാങ്കേതിക വിദ്യകളും ഒരുമിക്കുമ്പോൾ വിപണിയിൽ ഇത് ശ്രദ്ധിക്കപ്പെടും എന്ന് തോന്നുന്നു. സാധ്യതയുണ്ട്. അപ്പോ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം. സുസുക്കിയെപ്പോലുള്ള വലിയ മുഖ്യധാരാ ബ്രാൻഡുകൾ LFP ബാറ്ററി, ഈട് നിൽക്കുന്ന കവേർഡ് ബെൽറ്റ് ഡ്രൈവിന് വലിയ വാറന്റി, പിന്നെ സീറ്റ് ഹോൾഡർ പോലെ വളരെ പ്രായോഗികമായ സൗകര്യങ്ങൾ, ഇതൊക്കെയായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്ക് വരുമ്പോൾ ഇത് ഉപഭോക്താക്കളുടെ ഒരു വിശ്വാസ്യതയുടെ പ്രതീക്ഷയെ എങ്ങനെ മാറ്റും? നിലവിലുള്ള EV ബ്രാൻഡുകളും പുതിയ ബ്രാൻഡുകളും തമ്മിലുള്ള മത്സരത്തിൽ, പ്രത്യേകിച്ച് ഈ ദീർഘകാല ഉപയോഗം, ഈടുനിൽപ്പ്, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇത് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.